അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് ധാരാളം രോഗികൾ വയറ് സംബന്ധമായ അസ്വസ്ഥതയുമായി അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നെഞ്ചരിച്ചിൽ, പുളിച്ചത് കെട്ടൽ ഇത്യാദി വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ധാരാളം രോഗികൾ വരുന്നുണ്ട്. അവരോട് നമുക്ക് പറയാനുള്ളത്, സാധാരണ രീതിയിൽ ഇത്തരക്കാർ ഭക്ഷണം വിശക്കാതെയാണ് കഴിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. അധിക പേരും സമയാസമയങ്ങളിൽ സമയം നോക്കി ഭക്ഷണം കഴിക്കുന്നവരാണ്. ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അതിൻ്റെ ദഹനം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഇത്തരക്കാർ ഭക്ഷണം കഴിക്കുന്നവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തന്നെയുമല്ല, മറ്റൊരു പ്രധാന കാരണം, ഭക്ഷണം കഴിക്കുമ്പോൾ ധൃതി പിടിച്ച് വലിച്ചുവാരി വേഗത്തിലങ്ങ് കഴിക്കുന്ന ഒരു രീതി ഇത്തരക്കാർക്കുണ്ടാകാം. അവരോട് പറയാനുള്ളത്, വളരെ സാവധാനം ഭക്ഷണം ആസ്വദിച്ച് ചവച്ചരച്ച് അത് നന്നായി പൾപ്പാക്കി മാത്രം ഭക്ഷണം ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിനകത്ത് ധാരാളം സലൈവ, ഉമിനീര് മിക്സായിക്കൊണ്ടായിരിക്കും ആ ഭക്ഷണം ഉള്ളിലേക്ക് പോവുക. അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാവില്ല. മാത്രവുമല്ല, ഭക്ഷണത്തോടൊപ്പം വെള്ളം കുടിക്കുന്ന ശീലം നമ്മൾ മിക്കവാറും ചിലരെ കണ്ടിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം വായിൽ വെച്ച ശേഷം വെള്ളം കുടിച്ചിട്ടാണ് അത് ഇറക്കുന്നത്. വെള്ളം കൊണ്ടാണ് അത് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. ഇത് ദഹനത്തിന് ഒരുപാട് സമയതാമസം സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണം ഇറങ്ങിപ്പോകേണ്ടത് നമ്മുടെ വായിൽ വരുന്ന ഉമിനീരുമായി മിക്സ് ചെയ്ത് ഉമിനീരുമായിട്ടാണ് ഭക്ഷണം ഇറങ്ങിപ്പോകേണ്ടത്. പുറത്തു നിന്ന് വെള്ളം കൊടുത്തിട്ടല്ല അത് ഇറങ്ങിപ്പോകേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ ഇത്തരം രീതി ഒന്ന് ശീലമാക്കൂ. നിങ്ങൾ ഭക്ഷണം വായിൽ വെച്ച് നന്നായി ചവച്ചരച്ച ശേഷം നിങ്ങൾ അത് ഉള്ളിലേക്ക് ഇറക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ദഹന സംബന്ധമായ പ്രശ്നം മാറും. മാത്രമല്ല, ഭക്ഷണത്തോടൊപ്പം വെള്ളം കുടിക്കുന്ന രീതിയും നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത്തരക്കാരുടെ ഈ അസ്വസ്ഥത, ബുദ്ധിമുട്ട് മാറുന്നതിന് വലിയൊരു കാരണമാണ്. നിങ്ങളത് ശ്രദ്ധിച്ച് ഭക്ഷണം കഴിക്കുക എന്നതാണ് ഇത്തരക്കാരോട് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വിശന്നിട്ട് മാത്രം കഴിക്കുക, നന്നായി ചവച്ചരച്ച് പൾപ്പായി മാത്രം ഇറക്കുക, ഭക്ഷണത്തോടൊപ്പം വെള്ളം കുടിക്കാതിരിക്കുക. ഇത്തരം 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പുളിച്ചു തികട്ടൽ, അതുപോലെ നെഞ്ചരിച്ചിൽ, ദഹന സംബന്ധമായ ഗ്യാസ് പ്രോബ്ലം, മറ്റ് കാര്യങ്ങളെല്ലാം ഇവർക്കത് ഒഴിവാകുന്നതിന് കാരണമാണ്. ഓക്കെ, നന്ദി.